നമസ്കാരം. ഇന്ന് ഞാനിവിടെ ബോളിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബോളി എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ള ടിപ്സാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഇവിടെ ഞാൻ ചിരോട്ടി റവ വെച്ചിട്ടാണ് ബോളി ഉണ്ടാക്കുന്നത്. ബോളി വന്നിട്ട് ചിരോട്ടി റവ വെച്ച് ഉണ്ടാക്കിയാൽ അതിൻ്റെ കോട്ടിങ് വന്നിട്ട് വളരെ തിന്നായിരിക്കും. അതുകൊണ്ട് ബോളി നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ചിരോട്ടി റവ കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ ബോളി ഉണ്ടാക്കുക. ചിരോട്ടി റവയിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. അപ്പോൾ ബോളിക്ക് നല്ല കളർ കിട്ടും. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആയതിൻ്റെ ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇങ്ങനെ വെള്ളം കുറേശ്ശെ ഒഴിക്കുമ്പോൾ റവ ഇങ്ങനെ വെള്ളം സോക്ക് ചെയ്തിട്ട് അതിങ്ങനെ സ്റ്റിക്കി ആയിട്ട് മാറും. അപ്പോൾ നന്നായിട്ട് അതിങ്ങനെ നമുക്ക് മാവ് പോലെ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മുടെ ഈ ചിരോട്ടി റവ വന്നിട്ട് മാവ് പോലെ ആയിട്ടുണ്ട്. ഈ ഒട്ടലൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിലായിരിക്കും ഏറ്റവും നല്ലത്. അതിന് മണമൊന്നും ഇല്ലാത്ത ഓയിൽ യൂസ് ചെയ്യണം, അപ്പോഴാണ് നന്നായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ മാവൊക്കെ നമുക്കിങ്ങനെ എടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കിനി സൈഡിൽ വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കടലപ്പരിപ്പാണ് ഉപയോഗിക്കുന്നത്. കടലപ്പരിപ്പ് ഞാൻ 2-3 പ്രാവശ്യം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ കടലപ്പരിപ്പിനെ കുതിർത്താണ്ട് തന്നെ നമുക്കിതിന് വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു 4 വിസിൽ അടിച്ചെടുത്താൽ മതി. അപ്പോൾ കുക്കറിൽ പാകത്തിന് വെള്ളമൊക്കെ എടുത്ത് ഞാൻ കടലപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് 4 വിസിൽ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 4 വിസിൽ അടിച്ചിട്ട് അതിൻ്റെ പ്രഷർ പോകുന്നവരെ നമ്മളതിൻ്റെ വിസിൽ തുറക്കരുത്. പ്രഷറൊക്കെ പോയതിൻ്റെ ശേഷം നമുക്ക് വിസിലൊന്ന് തുറന്ന് നോക്കാം. കടലപ്പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലത്തെ വെള്ളമൊക്കെ നമുക്കൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. കടലപ്പരിപ്പിനെ ആറാൻ വെക്കണം, അപ്പോഴാണ് നമുക്ക് മിക്സി ജാറിൽ നമുക്കിതിനെ അരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് സൈഡിൽ ആറാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ശർക്കരനൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ 1 കപ്പ് കടലപ്പരിപ്പിന് ഞാൻ 1 കപ്പ് ശർക്കരയാണ് എടുക്കുന്നത്. ഈ ചുവന്ന കളറിലെ ശർക്കരയാണ് എടുക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഫില്ലിങ്ങിൻ്റെ കളറ് നന്നായി ഭംഗിയായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഉരുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഉരുക്കാനുള്ള കാരണം അതിലത്തെ മണ്ണും പൊടിയൊക്കെ ഒന്ന് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഡസ്റ്റോ വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ ഫിൽറ്റർ ചെയ്തെടുക്കാം. ഒരു ഇളം ചൂടുണ്ടാകുമ്പോൾ ഫിൽറ്റർ ചെയ്യുക, എന്നിട്ടൊന്ന് ആറാൻ വയ്ക്കുക. നമ്മുടെ കടലപ്പരിപ്പ് ആറി വന്നിട്ടുണ്ട്. ഇതിനെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ ഈ ശർക്കരേനെ ഉരുക്കി ആ വെള്ളം കൊണ്ട് നമുക്കിതിനൊന്ന് കട്ടിയായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ശർക്കര പാനി കൊണ്ട് ഞാനിവിടെ ഉരുക്കിയ ശർക്കര അധികം വെള്ളം ഇല്ലാണ്ടാണ് ഉരുക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് തിക്കായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുന്നതിന് മുന്നേ ഞാനിതിലേക്ക് കുറച്ച് ചുക്ക് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണ്, ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതിന് നന്നായിട്ട് കട്ടിയിൽ സ്മൂത്തായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. നമുക്കിതിനെ ഫില്ലിംഗ് ആയിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഇതിനെ സൈഡിൽ വയ്ക്കാം. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു പോർഷൻ മാവ് എടുത്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മേലെയോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ അല്ലെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം. ഞാനിവിടെ മാവൊന്നും തട്ടുന്നില്ല, മാവ് ഉപയോഗിച്ച് ഞാൻ പരത്തുന്നില്ല. എന്താണെന്ന് വെച്ചാൽ മാവ് ഉപയോഗിച്ച് പരത്തുമ്പോൾ കോട്ടിങ് കനം വയ്ക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ വിരലിൻ്റെ തലപ്പത്ത് എണ്ണ പുരട്ടിയിട്ട് ഇതിനൊന്ന് ചെറിയൊരു ഷീറ്റായിട്ട് ഇങ്ങനെ ഞാൻ വട്ടത്തിൽ ഞാനിങ്ങനെ പരത്തിയെടുക്കുകയാണ്, ഫില്ലിങ് വെച്ച് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരുവിധം ചെറിയൊരു ഷീറ്റായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഫില്ലിങ്ങിനെ ഒന്ന് വെച്ചിട്ട് കവർ ചെയ്യാം. അപ്പോൾ പതുക്കനെ ഒന്ന് നമുക്ക് വിരൽ കൊണ്ട് തന്നെ ഇതിനെ ഒന്ന് വട്ടത്തിൽ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഫില്ലിങ് ഇത്ര അളവ് നമുക്ക് എടുക്കണം. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് തിക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ഉണ്ടാവുള്ളൂ. ഇതിനെ ഞാൻ നടുക്കിൽ വെച്ചിട്ട് ഈ മാവിനെ ഒന്ന് വെച്ച് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിരോട്ടി റവ വെച്ചിട്ട് മാവ് ഉണ്ടാക്കുമ്പോൾ വളരെ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ കോട്ടിങ് വളരെ മെലിഞ്ഞിട്ട് ഉണ്ടാവും. അപ്പോഴാണ് ബോളി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ നന്നായിട്ട് ഇങ്ങനെ ഒട്ടലുണ്ടാവും ഈ മാവിനെ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ വലിച്ച് നന്നായിട്ട് ഫില്ലിങ്ങിനെ കവർ ചെയ്യാൻ പറ്റും. നമുക്ക് കവർ ചെയ്തതിന് ശേഷം ഒന്ന് കയ്യിലൊന്ന് എടുത്ത് നോക്കാം, എവിടെയെങ്കിലും ഫില്ലിങ് ശരിക്കും കവറായിട്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് ഈ മാവിനൊന്ന് വലിച്ചിട്ട് അവിടെ ഇങ്ങനെ ഫില്ലിങ് ചെയ്ത് കവർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഞാൻ ഫില്ലിങ്ങിനെ ചിരോട്ടി റവയുടെ ഉണ്ടാക്കിയ ഈ മാവ് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കൈകൊണ്ട് ആദ്യം വിരലിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ടാണ് ഞാനിതിനൊന്ന് തട്ടിയെടുക്കാം. കുറച്ചൊന്ന് ചെറിയൊരു വട്ടത്തിൽ തട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ചപ്പാത്തിക്കോല് വെച്ചിട്ട് അതിൽ എണ്ണ പുരട്ടിയിട്ട് വീണ്ടും ഒരു ചപ്പാത്തിയുടെ അളവിന് അല്ലെങ്കിൽ മെലിഞ്ഞിട്ട് നമുക്ക്
എത്ര വലിപ്പം ആക്കാൻ പറ്റുമോ അന്ന് ഭയങ്കര വലിപ്പമാക്കരുത്. കുറച്ചൊന്ന് ചപ്പാത്തിനെക്കാട്ടിലും കുറച്ചുകൂടി വലുതാവാം. എന്താണെന്ന് വെച്ചാൽ ബോളി വന്നിട്ട് നന്നായി മെലിഞ്ഞിട്ടുണ്ടാവണം. മേലത്തെ കോട്ടിങ് വന്നിട്ട് വളരെ മെലിഞ്ഞിട്ടുണ്ടായാലാണ് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ചപ്പാത്തിയുടെ കോലുമ ഞാൻ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും ഇത് പരട്ടെ എണ്ണ ഉപയോഗിക്കാൻ. മണം ഇല്ലാത്ത എണ്ണയായിരിക്കണം. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത് വെച്ച് ഞാൻ പരത്തിയെടുക്കുന്നുണ്ട് കുറച്ച് വലിപ്പത്തിൽ. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം നമുക്കിതിനെങ്കിൽ ചുട്ടെടുക്കണം. അപ്പോൾ ഇവിടെ ഏകദേശം ഒരുവിധം വലിപ്പമായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ചുട്ടെടുക്കാൻ പോവാണ്. തവേനെ മീഡിയം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ ബോളീനെ ചുട്ടെടുക്കുന്നതിന് മുന്നേ കുറച്ച് എണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് നെയ്യ് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ കുറച്ച് നെയ്യാണ് തവയമ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ പരത്തി വെച്ച ഈ ബോളീനെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഫ്ലെയിം വന്നിട്ട് ലോ മീഡിയമിൻ്റെ ഇടയിൽ വേണം. മേലത്തെ കോട്ടിങ് വളരെ തിന്നായത് കാരണം കൊണ്ട് ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കളറ് കരിഞ്ഞു പോവുള്ളൂ. അപ്പോൾ ലോ മീഡിയമിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം. ലൈറ്റായിട്ട് ചുവന്ന കളർ വരുന്നവരെ വേണം നമുക്ക് ചുട്ടെടുക്കാൻ. അപ്പോൾ നെയ്യ് പുരട്ടി കൊടുക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. എന്നിട്ട് നെയ്യ് വെച്ച് കഴിക്കാം. നമ്മൾ നെയ്യ് വെച്ച് ചുടുമ്പോൾ ആറിയതിന് ശേഷം ഇത് കുറച്ച് ഹാർഡായി പോകും. എന്ന് വെച്ചാൽ നെയ്യ് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ കട്ടിയാവും. അപ്പോൾ ചിലർ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ചുട്ടിട്ട് നെയ്യ് കൂട്ടി കഴിക്കുന്ന ആൾക്കാരുണ്ട്. നെയ്യിൽ ചുട്ടിട്ട് നമ്മൾ ഉണ്ടാക്കാം, പക്ഷേ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ചൂട്ടോടെ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് പുറവും ലൈറ്റായിട്ട് ചുവന്ന കളർ വരുന്നവരെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുകയാണ്. കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നി. അപ്പോൾ നന്നായിട്ട് ഇവിടെ ലൈറ്റായിട്ട് ചുവന്ന കളർ വരുന്നവരെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബോളി. ഇതിനെ നമുക്ക് മടക്കിയിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്കിതിനെ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, നമുക്ക് ചിരോട്ടി റവ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് ബോളി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അതില്ല എന്ന് വെച്ചാൽ പിന്നെ വേറെ ഓപ്ഷനില്ല. അത് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുക. പിന്നെ കടലപ്പരിപ്പിനെ കുതിർത്തി വെക്കേണ്ട ആവശ്യം ഇല്ല. നമുക്കിന് കുക്കറിൽ ഒരു 4 വിസിലടിച്ചാൽ മതി, കടലപ്പരിപ്പ് വെന്ത് കിട്ടും. പിന്നെ റെഡിഷ് ബ്രൗൺ ആയിട്ടുള്ള ശർക്കര ഉപയോഗിച്ചാൽ നമ്മുടെ ബോളിയുടെ ഫില്ലിങ്ങിൻ്റെ കളർ വളരെ ഭംഗിയായിരിക്കും. കൂടുതൽ കറുപ്പ് നിറമുള്ള ശർക്കര ഉപയോഗിക്കാണ്ടിരിക്കുക. പിന്നെ 1 കപ്പ് കടലപ്പരിപ്പാണെങ്കിൽ അതിന് 1 കപ്പ് നമുക്ക് ശർക്കര ഉപയോഗിക്കേണ്ടി വരും. ഒരു നുള്ളു ഉപ്പ് ചേർക്കാൻ മറക്കരുത് നമ്മൾ കടലപ്പരിപ്പ് അരച്ചെടുക്കുമ്പോൾ. പിന്നെ ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ നമ്മൾ ബോളി നല്ല ടേസ്റ്റി ആയിട്ട് ലൈറ്റായിട്ട് ചുവന്ന കളർ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.